ഹായ് ഗൈസ്, അപ്പം എൻ്റെ അമ്മ പറയുന്ന ഒരു ചെറിയൊരു കഥയാണ്. കഥേൻ്റെ പേരെന്നമ്മ? പേജുകൾ മറിയുമ്പോൾ. പേജുകൾ പറയുമ്പോൾ അതെന്താ അങ്ങനെ? ജീവിതത്തിന്റെ പേജ് മറിയുന്നത്. ആ, എന്നാ കഥ പറ. പിന്നിട്ട് പോയ 80 വർഷങ്ങൾക്ക് പിറകിലേക്ക് അമ്മാളമ്മ തിരിഞ്ഞു നോക്കി. എന്തൊക്കെ കാലഘട്ടത്തിലൂടെയും സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും സഹനത്തിന്റെയും കാലങ്ങളെ മനസ്സിൽ നിന്നും അടർത്തിയെടുക്കാൻ അവർ ശ്രമിച്ചു. ഇരുണ്ട കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഭയാനകമായ എന്തോ ഒന്ന് അവർക്കിടയിലേക്ക് നുഴഞ്ഞു കയറി. വർഷങ്ങൾ നമ്മൾക്ക് നല്ലതും ചീത്തയും സമ്മാനിച്ചുകൊണ്ട് കടന്നുപോകും. നാം നല്ലതിനെ സ്വീകരിക്കുകയും ചീത്തയെ പുറംകാലുകൊണ്ട് തട്ടിക്കളയണമെന്നും ഈ നീണ്ട 80 വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് ഞാൻ മനസ്സിലാക്കി. എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? പോകാനുള്ള സമയമായി. ആ ചിന്ത മനസ്സിനെ ആവലാതിയുടെ ലോകത്ത് എത്തിക്കുന്നുണ്ട്. കൂടണയാനാവുമ്പോൾ എല്ലാവരിലും ഒരു ഭയമുണ്ടാകും. മൂത്തവർ പറഞ്ഞറിഞ്ഞ കാര്യമാണ്. ഉള്ളു തുറന്ന് ചിരിച്ചുപോയി. എനിക്ക് എന്താ മുക്കാനുള്ളത്? പ്രായം കൂടുന്തോറും നാം ചെറുതായിക്കൊണ്ടിരിക്കുമെന്ന് ആരോ പറഞ്ഞത് ഓർമ്മ വന്നു. ദേവു ഇന്നും വിളിച്ചിട്ട് കാണുന്നില്ല. അവൾക്ക് അസുഖം വല്ലതും ഉണ്ടോ ആവോ? അമ്മാളമ്മയുടെ മനസ്സ് വേവലാതി ഉരുളാൻ തുടങ്ങി. എന്തൊക്കെ കണ്ടും കേട്ടും പറഞ്ഞറിഞ്ഞും ദുഃഖിച്ചും സന്തോഷിച്ചും ഇനി ഒന്നിനും വയ്യ. ഒരു മടക്കം, അത് മാത്രം സന്തോഷത്തോടെ ആവണമെന്ന ഒരാഗ്രഹം മനസ്സിലുണ്ട്. മുറ്റത്തെ പൂന്തോട്ടം കണ്ട് ചാരുകസേരി ചാരിയിരിക്കുമ്പോൾ മനസ്സിന് ഒരു കുളിർമയാണ്. വേലിപ്പടർപ്പ് നിറയെ ശംഖുപുഷ്പവും മതിരാണിയും നാറിച്ചെടിയും ഒക്കെ പടർന്ന് സുന്ദരമായ ചുറ്റുപാട്. അതിന് നടുവിലായി പൂമ്പാറ്റച്ചെടിയുമുണ്ട്. പൂമ്പാറ്റച്ചെടിയിൽ ഓണക്കാലത്തെ പൂക്കൾ പോലെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓണപ്പൂക്കൾ പോലത്തെ പൂക്കൾ കുലകുലിയായി നിൽക്കുന്നു. ചുറ്റിനും പൂമ്പാറ്റകൾ നൃത്തം വയ്ക്കുന്നു. തേൻ നുകരാൻ കിട്ടിയ സന്തോഷമാണ് അവയുടെ കണ്ണുകളിൽ. യുവഹൃദയങ്ങൾ തമ്മിൽ ഹൃദയം കൈമാറുന്നത് പോലെ തോന്നി. ചെണ്ടുമല്ലികൾ തലതാഴ്ത്തി ഞാനൊന്നുമല്ല എന്ന മട്ടിൽ നിൽക്കുകയാണ്. തെങ്ങിൻ തലപ്പുകളിൽ നിന്ന് ഒരു കുഞ്ഞു തല പുറത്തേക്ക് വന്നു. കണ്ണാറക്കണ്ണനാണെന്നാണ് കരുതിയത്. പക്ഷെ അത് കുഞ്ഞു കുരങ്ങായിരുന്നു. ഇന്ന് മലകളും കാടുകളും നശിച്ചു പോയപ്പോൾ അവയൊക്കെ വീടുകളിലേക്ക് കുടിയേറി. പപ്പായയും ഇളനീരും അവരുടെ മുഖ്യ പൂജ്യമായി. മനുഷ്യർ തേങ്ങയൊരിക്കുന്നത് പോലെ കുരങ്ങന്മാരും തേങ്ങയൊരിക്കാറായി. കാടെവിടെ മക്കൾ എന്ന ചൊല്ലിൻ്റെ അർത്ഥമായി ഇന്ന് വീടുകൾ കാടായി മാറിയിരിക്കുന്നു. പലതരത്തിലുള്ള പക്ഷികൾ വീടുകൾ തോറും കയറി കാഷ്ടിച്ചു കൂട്ടുന്നു. പണ്ട് മൈനർത്തം കാണണമെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രത്തിലോ ചില അമ്പലങ്ങളിലോ പോകണം. ഇന്ന് വീടിന് ചുറ്റുമുള്ള പറമ്പുകളിൽ നിറയെ ആൺമയിലും പെൺമയിലുകളും കാണാം. കാട്ടുപന്നികൾക്കൊന്നും ഇന്ന് ഒരു പേടിയുമില്ല. അവർ നമ്മളെ പേടിപ്പിക്കാനായി ഇറങ്ങി വരുന്നു. ഒരിക്കുറുക്കന്മാരുടെ കരച്ചിൽ പണ്ട് കുറെ അകലെ നിന്ന് കേൾക്കാമായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ അടുത്തായി മാറി. നാം കുതിക്കുമ്പോൾ മൃഗങ്ങളും പക്ഷികളും ഒക്കെ നമ്മുടെ അടുത്തേക്ക് കുതിക്കുന്നു. എന്തൊരു വൈരുദ്ധ്യം! നാൾക്കുനാൾ ആൾക്കാർ പെരുകുമ്പോൾ അതിനനുസരിച്ച് സൗകര്യങ്ങളും ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ എല്ലാം കൊന്നുകൂട്ടിയതുപോലെ ആകില്ലേ? ഈ വയസ്സാം കാലത്ത് ഞാനെന്തിനാ ഇതൊക്കെ ചിന്തിക്കുന്നത്? മക്കളെക്കുറിച്ച് ചിന്തിച്ചാൽ പോരായിരുന്നു എന്ന് തോന്നിപ്പോയി. ചിലപ്പോൾ മനുഷ്യർ അങ്ങനെയാണ്. എല്ലാറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നു. ചിലപ്പോൾ മനസ്സിലൊന്നും ഉണ്ടാകില്ല. ഒഴിഞ്ഞുപോയ വർഷങ്ങൾ എന്നെ നോക്കി കണ്ണിറുക്കി. ഇനി ഒന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന അർത്ഥത്തിൽ മനസ്സ് വീണ്ടും പഴയ കാലത്തേക്ക് ഓടിപ്പോയി. പുൽമേഞ്ഞ വീടുകളും ഓടിട്ട വീടുകളും മനസ്സിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നു. ഒന്നു മാത്രമേ അവിടെ കുറവായി തോന്നിയുള്ളൂ. ആജ്ഞാനുവർത്തികളായി നിൽക്കണമെന്ന് മാത്രം. കാരണവന്മാരുടെ വാക്കുകൾക്ക് 100 പോയിന്റ് മാറ്റായിരുന്നു. എന്തും ചോദിച്ചേ ചെയ്യാവൂ എന്നൊരു താക്കീതും ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി. ദിവസങ്ങൾ കഴിയുന്നതോറും മനുഷ്യൻ്റെ സുഖസൗകര്യങ്ങൾ കൂടുന്നു. അതിനനുസരിച്ച് ജീവിതചര്യയും മാറുന്നു. മനസ്സിലേക്ക് കുറേ മുഖങ്ങൾ ഓടിയെത്തുന്നു. അതിൽ മാണിക്യവും മരതകവും പാറവും കല്യാണിയും മാതിയും ചീയയും ഒക്കെ ഉണ്ട്. എല്ലാവരും ഓരോ കഴിവുള്ളവരായിരുന്നു. മാണിക്യം നല്ലവണ്ണം നാട്ടിപ്പാട്ട് പാടുമായിരുന്നു. പോലീസിനെ പോലും ഭയമില്ലാത്തവളാണ് എന്നാണ് പാറുവിനെ പറയാറ്. അങ്ങനെ പോകുന്നു നാട്ടുവിശേഷങ്ങൾ. മീനം കഴിഞ്ഞ് മേടം തുറന്നാൽ ഒരു മഴ വന്നു കഴിഞ്ഞാൽ മതി. വയലിൽ വിത്തിറക്കലും ആഘോഷത്തിൻ്റെ പ്രതീതി. എല്ലാവരും ഒരു പുത്തൻ ഉണർവുണ്ടാകും. എല്ലാവർക്കും തിരക്കാണ്. കൃഷിയോടുള്ള ആദരവ്. ആർക്കും അത് ഭാരമാവാതിരുന്നൊരു കാലം. അതിൻ്റെ ഇടയിൽ ആ പെണ്ണ് മരതകത്തിന് ഇതെന്തുപറ്റി? അവൾ ആ ചെറുക്കൻ്റെ കൂടെ ആടി വിലയുന്നത് കാണാം. മറ്റാർക്കും കാണാത്ത എന്തോ ഒരു പുകില് ഈ മരതക പെണ്ണിനുണ്ട്. അവൾക്ക് ഇളക്കം കൂടുതലാണ്. മറ്റുള്ളവർ അടക്കം പറയും. അവളുടെ പ്രായം അതല്ലേ? മാതിക്ക് ഇതൊന്നും പറയുന്നത് തീരെ ഇഷ്ടമല്ല. നമ്മളും ഈ പ്രായം കഴിഞ്ഞിട്ടല്ലേ വന്നത്. പലതും നമ്മുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ടാകും. എന്തിനാ പിള്ളേരെ പറയുന്നത്? മതി മതി, ഇനി ആരും മിണ്ടാണ്ടിരി. കല്യാണി ഇടക്കയറി പറഞ്ഞു. കല്യാണിക്ക് മരം കയറ്റം കുറച്ച് അധികമാണ്. ചക്കയും മാങ്ങയും പറിക്കണമെങ്കിൽ തോട്ടി വേണ്ട, കല്യാണി മതി. കുരങ്ങൻ്റെ മാതിരി മരത്തിൻ്റെ മേലെ ഒരു ചാടി കയറ്റമാണ്. അത് കാണുമ്പോൾ ആരാണ് ചിരിക്കാതിരിക്കുക? എൻ്റെ നല്ല പ്രായത്തിൽ സാധനങ്ങൾ അധികമൊന്നും ടൗണിൽ നിന്ന് വാങ്ങേണ്ട. അരിയും പയറും പച്ചക്കറികളും മുട്ടയും പാലും എല്ലാം അവരവരുടെ വീടുകളിൽ തന്നെ ഉണ്ടാകും. പിന്നെ വേണ്ടുന്ന കുറച്ച് ഉള്ളി, തക്കാളി, ക്യാരറ്റ്, ബീട്രൂട്ട് എന്നിവയാണ്. അതൊന്നും അധികം ആരും ഉപയോഗിക്കാറില്ല. ചില വളരെ കുറവ്. കറണ്ട് ചാർജ് ഇല്ല, വെള്ളക്കരം വേണ്ട, ഗ്യാസ് ഇല്ല, ഫോൺ സൗകര്യമില്ല. രാത്രി പെട്രോമാക്സിൻ്റെ വെട്ടത്തിൽ ഭക്ഷണം കഴിക്കുകയും പഠനം പൂർത്തിയാക്കുകയും ചെയ്യുന്നു. രാവിലെ പെടിപ്പത് പണിയായിരിക്കും. പാത്രങ്ങളെല്ലാം പുറത്തു നിന്ന് കഴുകിയെടുക്കണം. പ്രായമായവരുള്ള വീടാണെങ്കിൽ കിണ്ണയും വിളക്കും തേച്ച് മിനുക്കിയെടുക്കണം.
അല്ലെങ്കിൽ അഭിപ്രായ സമന്വയം കേൾക്കാം. ഇതെന്താ കിണ്ടിയും വിളക്കുമൊക്കെ ചളി പിടിച്ചതുപോലെ ഉണ്ടല്ലോ. ആരും അതിനൊന്നും എതിര് പറയില്ല, കേട്ട് നിൽക്കും. മനസ്സിൽ പറയും, ഇവർക്ക് എന്താ പറയുന്നതിന്, എത്ര പണിപ്പെട്ട് ഇത് വെളുപ്പിക്കാൻ ഞാൻ നോക്കിയതാണ്. ആവണ്ടേ, മറുപടി എന്തെങ്കിലും പറഞ്ഞ തർക്കുത്തരക്കാരി എന്ന് വിളിപ്പ് വരും. തൽക്കാലം മിണ്ടാണ്ടിരിക്കാം. വീട്ടിൽ കല്യാണം കഴിച്ചുകൊണ്ടുവരുന്ന പെണ്ണുങ്ങളോടാണ് ഇവരുടെ വാശി. പലരും പലതും സഹിച്ചും പൊറുതിമുട്ടിയും ജീവിച്ചു. എൻ്റെ സിജുവിൻ്റെ ഭാര്യ സൗമ്യ പാവം കുട്ടിയാണ്. അവളെ എനിക്കും ഇഷ്ടമാണ്. പണ്ടത്തെ അമ്മായിയമ്മ പോലൊന്നും ഞാൻ എടുക്കില്ല. കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് നമ്മുടെ മക്കളല്ലേ. അപ്പോൾ അവൾ നമ്മളുടെ മോളും കൂടിയാണ്. നമ്മൾ സ്നേഹം കൊടുത്താലേ അവർ അത് തിരിച്ചു തരൂ. ഇനി അച്ഛനായാലും അമ്മയായാലും മക്കളായാലും നമ്മൾ കൊടുക്കുന്ന സ്നേഹമേ നമുക്കും തിരിച്ചു കിട്ടുകയുള്ളൂ. അതിൻ്റെ ഇടയിൽ ആരോ പറയുന്ന കേട്ടു, വടക്കരെ രാമൻ്റെ മോനെ ഒരു പെണ്ണിനെയും കൊണ്ട് വന്നിട്ടുണ്ട്. കുറേ കാലമായി അവർ തമ്മിൽ സ്നേഹത്തിൽ. അച്ഛനോടും അമ്മയോടും കാര്യം പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവാത്തതുപോലെ നിന്നു. പിന്നെ രാജൻ ഒന്നും ചിന്തിച്ചില്ല. ഇനി ഇതേ മാർഗമുള്ളൂ, ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആഗ്രഹം നടക്കണമെങ്കിൽ നാം തന്നെ ചിന്തിക്കണം. ഇന്നത്തെ പെൺപിള്ളേർക്ക് എടുത്തിയാട്ടം കുറച്ച് കൂടുതലാണ്. 18 ആകുമ്പോഴേക്കും പ്രായപൂർത്തി വോട്ടവകാശം പോലെ കല്യാണം. പാവം അച്ഛനമ്മമാർ എന്തൊക്കെ സ്വപ്നങ്ങളായിരിക്കും മനസ്സിൽ. ഒരു നിമിഷം ഒരു വാക്കുമതി എല്ലാം തകർന്നടിയാൻ. ഇനിയിപ്പോൾ അച്ഛനമ്മമാർ സ്വപ്നം കാണാതിരിക്കുന്നതാണ് നല്ലത്. ന്യൂ ജനറേഷൻ എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ സന്തോഷത്തിൽ നാം ജീവിക്കാൻ പഠിക്കണം. എൻ്റെ ചിന്തകൾ കാടുകയറുകയാണോ? ഒരു സംശയം. അമ്മ നിശബ്ദയായിരിക്കാൻ ശ്രമിച്ചു. രാഘവൻ്റെയും രോഹിണിയുടെയും മൂത്തമോളെക്കുറിച്ച് വെറുതെ ആലോചിച്ചു പോയി. രാഘവൻ എൻ്റെ മൂത്ത ആങ്ങളെയാണ്. അവന് കുട്ടികൾ 4 ആയിരുന്നു. അവന് ഗവൺമെൻറ് സർവീസിൽ നല്ല ജോലിയായിരുന്നു. രാഘവന് 3 ആണും ഒരു പെണ്ണും ആണ്. മോളെ താഴത്തും തലയിലും വെക്കാതെയാണ് വളർത്തിയത്. മകളെ ഒരു ഡോക്ടറാക്കണമെന്ന ആഗ്രഹമായിരുന്നു മനസ്സ് നിറയെ. ആ ആഗ്രഹം നിറവേറ്റുന്നതിനെ മകളെ ചെറുതിലെ ട്യൂഷനും മറ്റുമായി പഠിപ്പിക്കാൻ തുടങ്ങി. രാഘവൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം മകളും വളരാൻ തുടങ്ങി. പഠനകാര്യത്തിൽ മകൾ പിന്നോക്കം തന്നെയായിരുന്നു. ആൺമക്കൾ പഠനകാര്യത്തിൽ മോശമല്ലായിരുന്നു. മകളോടുള്ള പിതൃവാത്സല്യ നിമിത്തം മകളും ടെൻഷനിലായിരുന്നു. അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റാൻ തന്നെ കൊണ്ട് പറ്റില്ല എന്ന ചിന്ത അവളെ വിഷമിപ്പിക്കാൻ തുടങ്ങി. അവൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റണ്ടേ. അങ്ങനെ അവൾ കഷ്ടിച്ച് 10ാം ക്ലാസ് പാസ്സായി. പണ്ടത്തെ മെട്രിക്കുലേഷൻ, അതിനൊരു ഭംഗിയുണ്ട്. അത്ര തന്നെ പണ്ടത്തെ പഠിത്തത്തിന് ഭംഗിയുണ്ട്. എൻ്റെ ഉള്ളമൊന്ന് ചിലച്ചു. കുസുമമായിരുന്നു മോൾ. പേര് പറയാൻ വിട്ടുപോയി. ആ ഇടയ്ക്ക് ബന്ധുവിൻ്റെ വീട്ടിലുള്ള ഒരു വിവാഹ പാർട്ടിക്ക് കുസുമം പോയത്. കല്യാണ തലേന്ന് വീട്ടിലുള്ള ആഘോഷത്തിൻ്റെ തിരക്കിനാണ് എല്ലാവരും. കൂട്ടുകാരികൾ മൊത്തം സ്വറവറിയാലും കളിചിരിയുമായി കഴിയുമ്പോൾ ഒരു യുവാവ് അവളെ ശ്രദ്ധിക്കുന്നതായി തോന്നി. മനസ്സ് മുറുകെ പിടിച്ചു. ആരെയും സ്നേഹിക്കില്ല. അച്ഛൻ്റെ ഡോക്ടറാണെന്ന് ആഗ്രഹം സാധിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നന്നായി പഠിക്കാൻ നോക്കണം. വേറെ എന്തെങ്കിലും ആവാലോ ചിന്തയുടെ ലോകത്തായിരുന്നു കുസുമം. അവിടെ കണ്ട ഒരു കണ്ണടി എടുത്ത് മുഖത്ത് വെച്ച് നോക്കി. അപ്പോഴാണ് ആ യുവാവിൻ്റെ കടന്നുവരവ്. ആ കണ്ണട എൻ്റേതാണ്, നിനക്ക് നല്ലവണ്ണം ചേരുന്നുണ്ടല്ലോ. നാമഭാഷയിൽ അവൻ മൊഴിഞ്ഞു. ആ കണ്ണട ഊരി അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ഇതൊന്ന് കുറയുണ്ടാ. അവരുടെ കണ്ണുകൾ നോവൽ തമ്മിൽ കൂട്ടിമുട്ടിയോ എന്തോ എന്നറിയില്ല. കുസുമത്തിൻ്റെ മനസ്സിൽ കൂടി എന്തോ എന്ന് അവൾ അറിയാതെ അവളെ കഴുകി. മനസ്സ് യുവാവിൻ്റെ ചിരിയും നോട്ടവും തങ്ങി നിന്നു. അവളെ ശ്രദ്ധിച്ചുകൊണ്ടായി അവൻ്റെ നടത്തം. അവളറിയാതെ അവനെ സ്നേഹിച്ചു പോയി. ഈശ്വര, എൻ്റെ മനസ്സ് വേണ്ടാത്ത ചിന്ത കയറിക്കൂടുന്നല്ലോ. അവൾ മനസ്സിനെ നിയന്ത്രിക്കാൻ പാടുപെട്ടു. കല്യാണം കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴും ആ യുവാവ് കുശല പ്രശ്നമായി അവളുടെ അടുത്തെത്തി. അവൾ നഖങ്ങൾ കൊണ്ട് നിരത്തി ചിത്രപ്പണികൾ ചെയ്തുകൊണ്ടേയിരുന്നു. നാണം കുടുങ്ങി നിന്ന് അവളോട് അവൻ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവൾ ആദ്യം ഒന്നും മിണ്ടാതെ നിന്നു. അവൻ യാത്ര പറഞ്ഞു പോയി. പിന്നെ എപ്പോഴാണെന്ന് അറിയില്ല അവനും അവളുടെ അടുത്തത്. അവൾ +2 കഴിഞ്ഞിരിക്കുകയായിരുന്നു. അവളുടെ പഠിത്തത്തോടുള്ള ശുഷ്കാന്തി കാരണം രാഘവേട്ടനും ഡോക്ടറെന്ന ആഗ്രഹം മനസ്സിൽ നിന്ന് അടർത്തി മാറ്റി. ആ ഇടയ്ക്ക് ഏട്ടന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നു. ഒരു നെഞ്ചുവേദനയായിരുന്നു തുടക്കം. ഡോക്ടർമാർ മാറി മാറി കാട്ടി. ആർക്കും ഒരെത്തും പിടിയുമില്ല. ഓരോരാളും ഓരോ മരുന്നുകൾ കുറിച്ചു. ഏത് മരുന്ന് കഴിച്ചിട്ടും വേദന ഒരു ശമനവും ഉണ്ടായില്ല. വിദഗ്ധ ഡോക്ടർമാരുടെ എല്ലാ ടെസ്റ്റുകളും നടത്തി. ഒടുവിൽ ആ നടുക്ക് വിവരം അയാൾ അറിഞ്ഞു. തനിക്ക് മാരകമായ ക്യാൻസർ രോഗമാണെന്നും രക്ഷപ്പെടില്ലെന്നും അയാൾ മനസ്സിലാക്കി. കുറേ അകലെയുള്ള ഹോസ്പിറ്റലിൽ പോയി കീമോ ചെയ്തു. അവിടുത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം നാട്ടിൽ തിരിച്ചു വന്നു. എല്ലാം സുഖമായതുപോലെ തോന്നി. ജീവിതം സാധാരണ നിലയിലേക്ക് എത്തിയ പോലെ തോന്നി. തിരിച്ച് സർവീസ് കയറാനുള്ള വെമ്പലോടെ യൂണിഫോമും ധരിച്ച് ജോലിക്ക് പോകാൻ ഒരുങ്ങവേ പെട്ടെന്ന് കാലിൽ ഒരു വേദന നിൽക്കാൻ പറ്റുന്നില്ല. എങ്ങനെ ജോലിക്ക് പോകും? മനസ്സ് വെപ്രാളമായി. ഇളയ അനുജനെ ആളെ അയച്ചു വരുത്തിച്ചു. ഡോക്ടറെ അടുത്ത് വീണ്ടും പോയി. എൻ്റെ രാഘവൻ്റെ സ്വപ്നങ്ങൾ അന്നു മുതൽ കരിഞ്ഞുണങ്ങാൻ തുടങ്ങി. അച്ഛൻ്റെ ആരോഗ്യം മോശമായതിൽ പിന്നെ മക്കളെല്ലാം ദുഃഖത്തിലായിരുന്നു. സഹോദരങ്ങളിൽ അമ്മയും നേറിക്കഴിയാൻ തുടങ്ങി. വേദനയുടെ നീറ്റിൽ അവനെ വേദനിപ്പിക്കുമ്പോൾ പറയും, എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന്. അത്രയ്ക്ക് അസഹ്യമായിരുന്നു അന്നത്തെ കാലത്തെ ട്രീറ്റ്മെൻറ്റ്. ഇന്നാണെങ്കിൽ ക്യാൻസർ തുടക്കം മുതൽ ചികിത്സിച്ച വേഗമാകും. അന്ന് അത് അങ്ങനെയല്ല. രാഘവൻ്റെ മനസ്സിലായി ഇടയ്ക്ക് മകളെക്കുറിച്ചുള്ള വേവലാതി വർദ്ധിക്കുവാൻ തുടങ്ങി. മകളെ എത്രയും വേഗം കെട്ടിക്കണമെന്നൊരാഗ്രഹം ഉദിച്ചു. പാവൻ രാഘവനറിയില്ല മകളൊരു സ്നേഹവലയത്തിൽ അകപ്പെട്ടത്. മകൾക്കായി ആലോചനകൾ ആരംഭിച്ചു. അവളാണെങ്കിൽ വരുന്ന ആലോചനകൾക്കെല്ലാം മുഖം തിരിച്ചു നിന്നു. ഇവളെന്താണ് ഏത് ആലോചനയും ഇഷ്ടപ്പെടാതെ ഇരിക്കുന്നത്? മകളോട് അച്ഛൻ കാര്യം തിരക്കി. തനിക്കൊരാളെ ഇഷ്ടമാണെന്നും അയാളെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് അവൾ തറപ്പിച്ചു പറഞ്ഞു. കഥയിലെ നായകൻ ആരാണെന്ന് അറിഞ്ഞപ്പോൾ അച്ഛന് വേവലാതിയായി. വെറുമൊരു ചർക്കത്തൊഴിലാളിക്ക് തൻ്റെ മകളെ കൊടുക്കാൻ അയാളുടെ മനസ്സ് അനുവദിച്ചില്ല. മറ്റാലോചനകൾ തുടർന്നുകൊണ്ടേയിരുന്നു. പണ്ടത്തെ കാലമായതുകൊണ്ട് അവരുടെ ഉള്ളിൽ എടുത്തിയാട്ടം ഉദിച്ചില്ല. അസുഖമായി കിടക്കുന്ന അച്ഛനെ വേദനിപ്പിക്കാനും അവൾ നോക്കിയില്ല. 2 വർഷം അങ്ങനെ കടന്നുപോയി. അച്ഛൻ വേദനയോട് മത്സരിക്കുന്നത് മക്കളും മരുമക്കളും പെങ്ങന്മാരും അമ്മയും അനുജനും ഭാര്യമാരും ദുഃഖത്തോടെ കണ്ടുനിന്നു. അവസാന നിമിഷം
അടുക്കുവാനായപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മകളെ ആ യുവാവിന് കെട്ടിച്ചു കൊടുക്കാൻ ആ അച്ഛൻ മുതിർന്നു. അത്യാസന്ന നിലയിലും തന്റെ മകളുടെ കൈ ആ യുവാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അച്ഛന്റെ മനസ്സ് പിടഞ്ഞിരുന്നു. നടക്കാത്ത ആഗ്രഹത്തെക്കുറിച്ചോർത്ത് അയാൾ അക്ഷമനായി തീർന്നു. ഒരു മാസത്തിനുള്ളിൽ ആ സ്നേഹിതനായ അച്ഛൻ ലോകത്തോട് വിട പറഞ്ഞു. കുസുമത്തിന്റെ മനസ്സ് നാൾക്കുനാൾ നേറിപ്പുകയാൻ തുടങ്ങി. തന്റെ അച്ഛൻ ഇത്ര പെട്ടെന്ന് നഷ്ടപ്പെടുമെന്ന് അവൾ കരുതിയില്ല. അച്ഛനോട് താൻ കാട്ടിയ അവിവേകം അവളെ വല്ലാതെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രണയകാലത്തുള്ള സ്നേഹമൊന്നും കരളായി കണ്ട് നടന്ന കർഷനുണ്ടായില്ല. വർഷങ്ങൾ കടന്നുപോയി. കുസുമ 2 മക്കളെ പ്രസവിച്ചു. 2 ആൺമക്കൾ. സാമ്പത്തികമായി നല്ല ചുറ്റുപാടിൽ ജീവിച്ച കുസുമത്തിന് വർഷന്റെ കൂടെയുള്ള ജീവിതം അസഖ്യമായി തോന്നുവാൻ അധികം നാൾ വേണ്ടി വന്നില്ല. ഉള്ള ജോലി കളഞ്ഞ വർഷം പല ജോലികളിലും ഏർപ്പെട്ടു. അതിനിടെ കഞ്ചാവും അയാളുടെ പരിധിയിലായി. ആങ്ങളമാർ മോശമല്ലാത്ത നിലയിൽ ജീവിക്കുമ്പോൾ അവർക്ക് പെങ്ങളുടെ പരാധീനത വിഷമമായി തോന്നിയിരുന്നു. അവർ അവരെ കൊണ്ടാകുന്ന പോലെ എല്ലാ കാര്യങ്ങളിലും സഹായിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അമ്മാൾ കൂട്ടുകുടുംബത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചു. എന്ത് രസമായിരുന്നു ആ കാലം. അച്ഛൻ, അമ്മ, ഇളയമ്മ, സഹോദരങ്ങൾ, സഹോദരിമാർ, മക്കളുടെ മക്കൾ, അമ്മാവന്മാർ, ആകെ ബഹളമയം. ചിരിയും കളിയും വഴക്കും എല്ലാത്തിനും ശേഷം ഒരു ഒത്തുചേരൽ. ആ കാലത്തിന് ഭംഗി വേറെ തന്നെയാണ്. പഴയ ഒരു തറവാട് വീട് എല്ലാ പ്രൗഢിയോടും കൂടി തലയുയർത്തി നിൽക്കുമ്പോൾ എല്ലാ പങ്കുവെക്കാനും സങ്കടപ്പെടുമ്പോൾ സമാശ്വസിപ്പിക്കാൻ ഒരുപാട് കൈകൾ. വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള സ്നേഹവാത്സല്യങ്ങൾ നുകരാൻ പറ്റിയ ഒരു നല്ല കാലം. എടി കുസുമേ, അവളുടെ അമ്മ നീട്ടി വിളിക്കുകയാണ്. എന്താ നീ അവിടെ കാട്ടിക്കൂട്ടുന്നത്? നിന്റെ കർഷന് ഇതുവരെ വീടാണെന്നില്ലേ? നിനക്കിത് കിട്ടേണ്ടതാണ്. ചിലപ്പോൾ അമ്മ ശകാരവർഷം ചൊരിയും. കുസുമം ഒന്നും വേണ്ടില്ല. കാരണം അവൾ പണ്ടേ അങ്ങനെയാണ്. അച്ഛൻ തങ്ങന്മാരുടെ മക്കളുമായി അവൾ നല്ല കൂട്ടായിരുന്നു. എല്ലാവരെയും അച്ഛൻ സ്നേഹിച്ചിരുന്നത് പോലെ തന്നെ അവളും സ്നേഹിച്ചു. നന്മയുള്ള മനസ്സായിട്ടും ഈ പെണ്ണിന്റെ ഗതി എന്താ ഇങ്ങനെയായത്? പലരും അടക്കം പറഞ്ഞു. തലവരെ മാറ്റാൻ പറ്റുമോ? ജനിക്കുമ്പോൾ തന്നെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ നമ്മളെ ഇങ്ങോട്ട് അയക്കുന്നത്? ഒരാളുടെ വേദാന്തം ആരോ പരിഹാസത്തിൽ പരിതവിച്ചു. അവളായിട്ട് ഉണ്ടാക്കിയ പുകിലല്ലേ, അനുഭവിച്ചു തീർക്കട്ടെ. ആരെ വേണ്ടെന്ന് അവൻ്റെ ഇട്ട്. കുസുമ ഒന്നും വകവെക്കാറില്ല. താൻ വരുത്തിയ താൻ തന്നെ തീർക്കുക എന്ന കാഴ്ചപ്പാടാണ് അവൾക്ക്. കർശനമായുള്ള ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ അസഹനീയമായപ്പോൾ അവൾ സ്വന്തം വീട്ടിലേക്ക് വന്നു. അവിടെയും അവൻ്റെ സാന്നിധ്യം തന്നെ ഉണ്ടായി. മക്കളെല്ലാവരോടൊപ്പം വളർന്നു. വർഷങ്ങൾ കടന്നുപോയി. മൂത്ത മകൻ മോശമല്ലാത്ത പൊസിഷനിലെത്തി. അവനൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായിരുന്നു. ഡോക്ടറെയാണ് കെട്ടിയത്. ഇളയ മകനും മോശമല്ലാത്ത നിലയിൽ ജീവിക്കുന്നു. പൊടുന്നനെയാണ് അത് സംഭവിച്ചത്. വർഷം കുസുമത്തിന്റെ ജീവിതത്തിൽ നിന്നും വിട പറഞ്ഞു. എന്തൊക്കെയായാലും പ്രതിസന്ധിയിൽ കൂടി ജീവിതം ആരംഭിച്ചവരല്ലേ. പരാധീനതയ്ക്കും പരിഭവങ്ങൾക്കിടയിലും അവരുടെ ഇടയിൽ സ്നേഹം എന്ന വികാരത്തിന് സ്ഥാനമുണ്ടായിരുന്നു. അതുകൊണ്ട് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞിട്ടും കുസുമത്തിന് താങ്ങാൻ പറ്റാതിരുന്നത്. ഇന്ന് സ്വന്തമായൊരു വീടും നല്ല ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിൽ എൻ്റെ രാഘവേട്ടൻ്റെ മകൾ മക്കളുടെ ഭാര്യമാരോടും മക്കളോടൊപ്പം സുഖമായി ജീവിക്കുന്നു. അമ്മാളുവിന്റെ മനസ്സിൽ വീണ്ടും സ്നേഹവികാരങ്ങൾ പടരാൻ തുടങ്ങി. ഇനിയും എന്തൊക്കെ കാണാൻ കിടക്കുന്നു. സ്നേഹവും കപടതയും ദുഷ്ടതയും നന്മയും തിന്മയും കോപവും എല്ലാം സമന്വയിച്ച ഒരു ജീവിതയാത്ര. അതിൽ എന്തൊക്കെ വേഷങ്ങളാണ് ഓരോരുത്തരും കെട്ടിയാടുന്നത്. നന്മയെ സ്വീകരിക്കാനും തിന്മയെ എതിർക്കാനും മനുഷ്യന് കഴിയുന്നില്ലേ പിന്നെ എന്തു ജീവിതം. എൻ്റെ നേരെ ഇളയവളായ സരോജത്തിനെ കുറിച്ച് ചിന്തിച്ചു. സരോജത്തിന് ആൺമക്കളാണ്. ഒരു പെണ്ണിന് വേണ്ടി താഴ്ച സരോജത്തിന് ദൈവം ആ വരം കൊടുത്തില്ല. പെൺകുട്ടികളെ അണിയിച്ചൊരുക്കാൻ വളരെ ആഗ്രഹമുള്ളയാളായിരുന്നു സരോജൻ. നല്ലവണ്ണം തടിച്ചുണ്ടായ സരോജൻ നടക്കുന്നത് കാണാൻ നല്ല ചന്തമാണ്. സരോജത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പാവം തോന്നും. താൻ പലപ്പോഴും സരോജത്തെ വഴക്കു പറഞ്ഞിട്ടുണ്ട്. അവളുടെ ഫാഷൻ കാണുമ്പോൾ എനിക്കെന്തോ അറിയില്ല, ഭയങ്കര കലിപ്പ തോന്നാറ്. അവൾ പറയും, ഈ ചേച്ചിക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം, ഞാൻ ആരെയും ശല്യപ്പെടുത്തുന്നില്ലല്ലോ എന്ന്. എന്തായാലും സരോജൻ എൻ്റെ നല്ല അനുജത്തി തന്നെ. മക്കളെന്ന് വെച്ചാൽ അവളുടെ ജീവനാണ്. ആൺകുട്ടികളെ ആണെങ്കിലും 5 പേർക്ക് അമ്മയോട് അതിയായ സ്നേഹമാണ്. ഒരു പെണ്ണിനെ ആഗ്രഹിച്ചു 5 പെറ്റു. 5 ആൺമക്കൾ. ആണായാലും പെണ്ണായാലും മക്കളല്ലേ. അവരെ സ്നേഹിക്കുക, ലാളിക്കുക, വേണ്ടുന്നത് ചെയ്തു കൊടുത്ത് ഉത്തമരായി വളർത്തുക. അതാണല്ലോ നമ്മുടെ ജീവിത ലക്ഷ്യം. സർക്കാർ സർവീസിലായിരുന്ന കരുണന് ഭാര്യ ഇഷ്ടമാണെങ്കിലും ആൺസന്തതികളായതുകൊണ്ട് ഒരു ഇഷ്ടക്കേടുമുണ്ട്. 5ന്റെ ഇടയ്ക്ക് ഒരു സന്തതി വേണമായിരുന്നു. എന്നാലും ഒരു നിയന്ത്രണം ഉണ്ടാവും. സരോജ മാത്രം വിചാരിച്ച ഒരു പെൺസന്തതി ഉണ്ടാകുമോ? ഇയാളുടെ ഒരു പറച്ചിൽ. സഹോദരിമാരുടെ പെൺമക്കൾക്ക് വേണ്ടി അവർ യാചിച്ചു. കരം മാറ്റാൻ വേണ്ടി. പക്ഷെ ആരും കൊടുത്തില്ല. ഭർത്താക്കന്മാർ വിട്ടില്ല. അവരവരുടേതായ മക്കളെ വളർത്തുക, അതാണ് അവരുടെ പല്ലവി. സരോജം ആ വഴിക്കുള്ള ആഗ്രഹം ഉപേക്ഷിച്ചു. മദ്യപാനം നിമിത്തം സരോജം കരുണനെ ഉപേക്ഷിക്കാൻ നിന്നിരുന്നു. കൂട്ടുകുടുംബാംഗങ്ങളുടെ സംയോജിതമായ ഇടപെടൽ മൂലം ആ തീരുമാനം മാറ്റിവെച്ചു. അങ്ങനെ മക്കൾ വളർന്നു. ചില അസുഖങ്ങളിൽ കരുണനും കരുണാമയനായ ദൈവത്തിൻ്റെ അടുത്തേക്ക് ആനയിക്കപ്പെട്ടു. 5 മക്കളും വളർന്നു. അവരുടേതായ തരത്തിൽ മോശമല്ലാത്ത ജോലി സംഘടിപ്പിച്ച് കല്യാണം കഴിച്ച് ജീവിക്കാൻ തുടങ്ങി. എല്ലാവരുടേതും ആലോചിച്ചുറപ്പിച്ച കല്യാണം തന്നെയായിരുന്നു. ജീവിതമാകുമ്പോൾ അവസരങ്ങൾ ഉണ്ടാകുമല്ലോ. നാം ചിന്തിക്കും, എല്ലാവർക്കും എന്താ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചൂടെ എന്ന്. ദൈവമെല്ലാം സാധിച്ചു തരില്ലല്ലോ. ചിലതൊക്കെ തരും, ബാക്കിയൊക്കെ നമ്മളായി നേടിയെടുക്കേണ്ടതാണ്. ആഗ്രഹം പോലെ 2 മക്കൾക്ക് പെൺതരികളുണ്ടായി. അവരെ എങ്ങനെ കൊണ്ടു നടക്കണമെന്നായി സരോജത്തിന്റെ ചിന്ത. വിധി എല്ലാവരെയും സരോജത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു. മോശമല്ലാത്ത ഒരു പെൻഷൻ ഉള്ളതുകൊണ്ട് മക്കളുടെ സഹായത്തോടെ അവളും ജീവിക്കുന്നു. 80 കഴിഞ്ഞിട്ട് തൻ്റെ ഓർമ്മയിലെല്ലാം തികട്ടി വരികയാണല്ലോ. ചിലരങ്ങനെയാണ്. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും അവർക്ക് മറക്കാൻ പറ്റാത്തതായി പലതും ഉണ്ടാകും. താൻ വളർന്ന ഗ്രാമവും അതിലെ പച്ചപ്പും പുഴയും കുളവും മാമ്പൽപ്പവും പഴയകാല സ്മൃതികളിൽ മനസ്സിൽ നിന്ന് കുളിരണയിക്കും. വർഷങ്ങൾ എത്ര വേഗമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് താനും ഭൂമിയിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുകയല്ലേ. മക്കൾ പലപ്പോഴും പറയും, അമ്മ വേണ്ടാത്ത ചിന്തകൾ മനസ്സിൽ കൂട്ടിവെക്കല്ലേ എന്ന്. എന്താണ് വേണ്ടാത്ത ചിന്തകൾ? എൻ്റെ മനസ്സ് പറയും, എല്ലാം വേണ്ടുന്നത് തന്നെയല്ലേ. അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും ഗ്രാമമായാലും ഇന്ന് നമ്മളുടേത് തന്നെയല്ലേ. പിന്നെ എന്താണ് ഓർത്തു വെക്കാതിരിക്കാനുള്ളത്?
ആയാ ഇനിയുണ്ട്. വേണം അപ്പം മതി, അത്ര മതി. ബാക്കി വേണമെങ്കിൽ ചേർക്കാവാ. അല്ല വേണമെങ്കിൽ അതിൽ വന്നില്ലേ, പിന്നെ എന്താണ് ഓർത്ത് വെക്കാനില്ല, പേജുകൾ മറിയുമ്പോഴൊന്നുമില്ലല്ലോ, അത്ര പോലും മറിഞ്ഞില്ലേ. ഇനി ബാക്കി എടുത്തതിന് പറയാല്ലേ. ബാക്കി എടുത്തില്ല, ഇനിയും കുറേ ഉണ്ടാ. നോവലാണ് ബാക്കി എടുത്തത്, അടുത്ത ഭാഗം പിന്നീട്. ആ കൊറേ എഴുതിയിട്ടുണ്ടാ? ഇത് നിങ്ങൾ ഒറ്റക്ക് എഴുതി തന്നെയാ? ഞാൻ ഒറ്റക്ക് എഴുതിയത്. ആ എന്തേ